ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പാൽപ്പത്തലാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പകുതി തന്നെ റവയും എടുത്തു വെച്ചിട്ടുണ്ട്. മൈദയിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 250 ml കപ്പിൽ 1.5 കപ്പ് പാല് ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ പാൽ ഒഴിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. നമ്മളിത് റെസ്റ്റിന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ചപ്പാത്തി മാവിന്റെ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ബോളുകളാക്കി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് നമുക്കിതെല്ലാം തന്നെ ചെറിയ ബോളുകളാക്കി മാറ്റാം. എല്ലാം തന്നെ നമ്മളിവിടെ ബോളിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പത്തിരി പ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാകും. ചെറിയൊരു കട്ടിയോട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പരത്തിയെടുക്കുന്ന സമയം ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം. ഇതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പാൽപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫിന്റെ കൂടെയോ ഏതിന്റെ കൂടെ വേണമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.